റോഷിപാൽ, മോഹൻലാൽ ഇന്ന് പ്രതികരിക്കേണ്ടതുണ്ട്. മോഹൻലാൽ മിണ്ടാതെ ഒഴിഞ്ഞത് ഓടി രക്ഷപ്പെടലാണ് എന്ന പ്രതികരണം വന്നിരിക്കുന്നത് മാധ്യമങ്ങളിൽ നിന്നല്ല, സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണ്. പ്രധാനപ്പെട്ട പല താരങ്ങളും അത്തരം പ്രതികരണം നടത്തി. മാത്രമല്ല, കൂട്ടരാജി എന്നുള്ളത് ഞങ്ങളോട് ആലോചിക്കാതെയാണ് എന്ന് എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ കൂടി പരസ്യമായി പ്രതികരിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ മോഹൻലാലിന് പ്രതികരിക്കേണ്ടി വരില്ലേ? നിലപാടറിയിക്കേണ്ടി വരില്ലേ? അരുൺ സോളമനിലേക്ക് ഞാൻ ആ ചോദ്യം. റോഷിപാൽ കേൾക്കാമോ? കേൾക്കാം. റോഷിപാൽ, കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചുമായി ബന്ധപ്പെട്ടാണ് മോഹൻലാൽ എത്തിയിരിക്കുന്നത്. അതിനുശേഷം മോഹൻലാലിന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കേണ്ടി വരില്ലേ? സിനിമാ മേഖലയിലെ പ്രതിസന്ധിയുമായി ഇപ്പോൾ ഉയർത്തിരിക്കുന്ന വിവാദങ്ങളിൽ ഒന്നും പറയാതെ വാർത്താക്കുറിപ്പിറക്കി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒളിച്ചോടുകയായിരുന്നു എന്ന വിമർശനം ഉയർന്നത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണ്. ഞങ്ങളെ അറിയിക്കാതെ കൂട്ടമായ ഒരു തീരുമാനമായിരുന്നില്ല എന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ തന്നെ വനിതകളടക്കം പ്രതികരിച്ച പശ്ചാത്തലവുമുണ്ട്. അപ്പോൾ മോഹൻലാൽ പ്രതികരിക്കേണ്ടി വരില്ലേ റോഷിപാൽ? സ്മൃതി, ഒരു സംശയവുമില്ല. AMMA പിരിച്ചുവിട്ടതിന് ശേഷം അന്ന് വാർത്താക്കുറിപ്പിലൂടെ മാത്രമായിരുന്നു മോഹൻലാൽ അല്ലെങ്കിൽ സംഘടനയുടെ പ്രതികരണം. ഈ മലയാള സിനിമയിലെ ഏറ്റവും പ്രധാന താരമെന്ന നിലയിൽ മോഹൻലാലിൻ്റെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നു. മാത്രവുമല്ല, മോഹൻലാൽ ഈ AMMA എന്ന സംഘടനയിലെ പ്രധാന അതിൻ്റെ നേതൃത്വ പങ്കാളിത്തമുള്ള ആൾ കൂടി എന്ന നിലയിൽ ഒരു പ്രതികരണം വേണ്ടതാണ്. ഇന്ന് സംഘാടകർ അറിയിച്ചത് ഈ ചടങ്ങിന് ശേഷം മാധ്യമങ്ങളുമായി ആശയവിനിമയം നടത്തുമെന്ന് തന്നെയാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയിൽ റിപ്പോർട്ടിൽ മോഹൻലാലിൻ്റെ നിലപാടെന്താണ്, അതിൽ അന്വേഷണം വേണമോ എന്ന ചോദ്യമുണ്ട്. അതിനൊപ്പം എന്തുകൊണ്ടാണ് ആ ഘട്ടത്തിൽ ഒരു ആശയക്കുഴപ്പം AMMയിൽ ഉണ്ടായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് WCCയോടുള്ള സമീപനം എന്താണ്, അങ്ങനെയുള്ള ഒട്ടേറെ ചോദ്യങ്ങളുണ്ട് മോഹൻലാൽ ഉത്തരം പറയേണ്ടത്. കാരണം കഴിഞ്ഞ കാലത്ത് സിനിമാ മേഖലയിൽ ക്രൂരമായി വനിതാ സിനിമാ പ്രവർത്തകർ വേട്ടയാടപ്പെട്ടതിൻ്റെ കൃത്യമായ സൂചനകൾ ഹേമ കമ്മിറ്റിയുടെ ഭാഗിക റിപ്പോർട്ടിൽ തന്നെയുണ്ട്. സാംസ്കാരിക വകുപ്പിന് കൈവശമുള്ള ഈ മൊഴികൾ, അതിനൊപ്പം ഈ പുറത്തുവിടാത്ത ഈ റിപ്പോർട്ടിൻ്റെ മറ്റു ഭാഗങ്ങൾ, അതൊക്കെ പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോൾ ഈ വേട്ടയാടലിന് നേതൃത്വം നൽകിയ വേട്ടയാടിയവർ ആരാണെന്ന് വ്യക്തമാകും. അവരെ ഈ AMMA സംരക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അന്വേഷണത്തെ AMMA ഭയപ്പെടുന്നു എന്നടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ മോഹൻലാലിന് കാത്തിരിക്കുന്നു. ഈ ചോദ്യങ്ങൾക്ക് മോഹൻലാൽ ഉത്തരം പറയുമോ എന്നതാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ ഈ സംഘടന പിരിച്ചുവിട്ട് ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നോ എന്നടക്കമുള്ള പൊതുസമൂഹത്തിൽ വരുന്ന ചോദ്യങ്ങൾ വേറെയുമുണ്ട്. ഏതായാലും ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തു വന്നതിന് ശേഷം സിനിമാ മേഖലയിലുണ്ടായ വലിയ പൊട്ടിത്തെറി, ആ ചലനങ്ങൾക്ക് ശേഷം മോഹൻലാൽ വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ ഒരു പൊതുപരിപാടിയിലേക്ക് എത്തുന്നത്. അതും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ലോഞ്ചാണ് ചടങ്ങ്. ഇവിടെ നേരത്തെ തന്നെ ഏതാണ്ട് ഒരു 20 മിനിറ്റ് മുമ്പ് മോഹൻലാൽ എത്തിച്ചേർന്നിരുന്നു. മോഹൻലാൽ ഈ പരിപാടിക്ക് ശേഷം ഈ ലോഞ്ചും അതിന് പിന്നാലെ ഇവിടെ ട്രോഫിയുടെ അനാച്ഛാദനം ഉൾപ്പെടെയുള്ള ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾക്ക് ശേഷമാണ് മോഹൻലാൽ മാധ്യമപ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുക എന്ന് സംഘാടകർ അറിയിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഈ ക്രിക്കറ്റ് അസോസിയേഷൻ അല്ലെങ്കിൽ KCയുടെ ഈ പരിപാടിക്ക് അപ്പുറത്തേക്ക് മോഹൻലാലിലേക്ക് എത്തുന്ന ചോദ്യങ്ങൾ പ്രധാനമായും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മോഹൻലാൽ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളതാണ്. കാരണം മലയാള സിനിമയിലെ മഹാനടൻ എന്ന വിശേഷണമുള്ള മോഹൻലാൽ എന്തുകൊണ്ട് ഇത്രയും കാലം പ്രതികരിക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ആ മൗനത്തിന് ഇന്ന് അവസാനമുണ്ടാകുമോ എന്നതാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. കാരണം AMMയുടെ അധ്യക്ഷൻ എന്ന നിലയിലായിരുന്നു ആ ഘട്ടത്തിൽ മോഹൻലാലിൻ്റെ പ്രതികരണം പ്രതീക്ഷിച്ചത്. പൊടുന്നനെ AMMA പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നേരത്തെ തന്നെ ഈ AMMയുടെ നേതൃപദവിയിലുണ്ടായിരുന്ന മോഹൻലാൽ ഏതാണ്ട് ഈ സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി സൂചിപ്പിക്കുന്നു. ഈ 15 അംഗ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് ഭാഗമായിരിക്കുന്നതെന്ന് കൃത്യമായി പറയാൻ പറ്റുക മോഹൻലാൽ എന്ന നടനായിരിക്കും. കാരണം സിനിമാ മേഖലയിലെ ഏറ്റവും പ്രബലനാണ് മലയാള സിനിമയിൽ മോഹൻലാൽ. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിൻ്റെ ആ സംശയത്തിൻ്റെ ഉത്തരവും മോഹൻലാലിന് കൃത്യമായി നൽകാൻ കഴിയും. ഇനി അങ്ങോട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ AMMA അല്ലെങ്കിൽ മോഹൻലാലിന് വ്യക്തിപരമായി എന്താണ് നിലപാട്? നേരത്തെ പൃഥ്വിരാജ് കൃത്യമായി നിലപാട് വ്യക്തമാക്കി. സമാനമായ നിലപാടാണോ
മോഹൻലാൽ സ്വീകരിക്കുക എന്നതാണ് അറിയേണ്ടത്, അല്ലെങ്കിൽ അന്വേഷണം വേണ്ട എന്നുള്ള നിലപാടാണോ, അല്ലെങ്കിൽ കോടതി പറയട്ടെ എന്ന നിലപാടാണോ മോഹൻലാൽ സ്വീകരിക്കുക എന്നതൊക്കെ അല്പസമയത്തിനകം വ്യക്തമാകും. ഈ പരിപാടിക്ക് ശേഷം മോഹൻലാൽ മാധ്യമങ്ങളെ കാണും. ആ ചോദ്യങ്ങൾക്ക് മോഹൻലാൽ ഉത്തരം പറയേണ്ടി വരും. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷക്കാലം സർക്കാർ പുറത്തുവിടാതെ പൂഴ്ത്തിവെച്ചു. അത് കഴിഞ്ഞ 19-ന് പുറത്തു വന്നപ്പോൾ, ഭാഗികമായെങ്കിലും പുറത്തു വന്നപ്പോൾ അതിൽ പല പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളും പ്രതികരിച്ചു. പക്ഷേ ഈ മലയാള സിനിമയിലെ പ്രബലരായ മോഹൻലാലും മമ്മൂട്ടിയും മാത്രം മൗനം തുടർന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം വേണമെന്ന് വലിയൊരു വിഭാഗം സിനിമാ പ്രവർത്തകർ ആവശ്യപ്പെടുമ്പോഴും ഈ പ്രബലരായ സിനിമാ താരങ്ങളുടെ മൗനം ശ്രദ്ധേയമായിരുന്നു. ആ മൗനത്തിന് ഇന്ന് തിരശ്ശീല വീഴുമോ, ഇന്ന് പ്രതികരിക്കുമോ മോഹൻലാൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് അറിയേണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം ആവശ്യപ്പെടുമോ എന്ന ഒരു പ്രധാന ചോദ്യത്തിന് മോഹൻലാൽ ഉത്തരം പറയേണ്ടി വരും. മാത്രവുമല്ല, ഈ WCCയോട് AMMA എന്ന സംഘടനയുടെ മുൻ അധ്യക്ഷൻ എന്ന നിലയിൽ എന്താണ് സമീപനം? ഇനി പുതിയ നേതൃത്വം വരുമ്പോൾ അതിൽ WCCയെ കൂടി ഉൾപ്പെടുത്തുമോ? ഈ സംഘടനയുമായി ചേർത്ത് നിർത്താൻ AMMA ശ്രമിക്കുമോ? അല്ലെങ്കിൽ കുറ്റാരോപിതരായ ആളുകളെ പൂർണ്ണമായും AMMA ഒഴിവാക്കുമോ? മുൻ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് അടക്കമുള്ളവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന വ്യക്തിപരമായ അഭിപ്രായം മോഹൻലാലിനുണ്ടോ? അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. കാരണം സിനിമാ മേഖലയിൽ കഴിഞ്ഞ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി കൃത്യമായി ഈ റിപ്പോർട്ടിൽ റോഷിപാൽ, വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളത്. ലൈംഗിക ചൂഷണമടക്കമുള്ള വിഷയങ്ങൾ, പോക്സോ കേസുകളടക്കം ഉണ്ട് എന്ന സൂചനകൾ. അതുകൂടാതെ ഈ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ പവർ ഗ്രൂപ്പിൽ ആരൊക്കെ എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ അതിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നവരടക്കം പ്രധാനപ്പെട്ട പദവികളിലുണ്ട്. അപ്പോൾ മോഹൻലാൽ സിനിമാ മേഖലയിൽ മലയാള സിനിമയെ തകർക്കാനുള്ള ദുരുദ്ദേശത്തോടു കൂടിയുള്ള ആരോപണങ്ങൾ എന്ന മട്ടിൽ പ്രതികരിച്ചുകൊണ്ടാണ് ഈ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത്. കാരണം ഇതിന്മേലുള്ള ചർച്ചകൾ, ചോദ്യങ്ങൾ ഇതൊന്നും ശരിയായ രീതിയിലല്ല എന്ന പ്രതികരണമാണ് മോഹൻലാൽ നടത്തിയത്. അത് ഒരു വാർത്താക്കുറിപ്പിലായിരുന്നു. പക്ഷേ അതിന്മേൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് എന്തായാലും മറുപടി പറയേണ്ടി വരില്ല. കാരണം ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഇതിൽ മറുപടി പറഞ്ഞാണ് പോകേണ്ടതെന്നും ഒളിച്ചോട്ടം ശരിയായില്ല എന്നുമുള്ള പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ പരിപാടിക്ക് ശേഷം പറയാനുറച്ചു തന്നെയാണ് മോഹൻലാൽ വന്നത് എന്ന് കരുതേണ്ടി വരില്ലേ റോഷി? ഉച്ചയോടെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തെത്തുന്നത്. ഏതാണ്ട് ഇത്രയും ദിവസമായി. അപ്പോൾ സ്വാഭാവികമായും 10 ദിവസത്തിനപ്പുറമായി മോഹൻലാലിന് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാം, അതിന് പ്രതികരണത്തിന് തയ്യാറെടുക്കാം. ഈ കാലയളവിൽ പൊതുപരിപാടികളിലൊന്നും മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിൽ ഉയർന്നിരിക്കുന്ന വലിയ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ മലയാള സിനിമയിലെ പ്രബലനായ മോഹൻലാലിന് പോകാൻ പറ്റില്ല എന്നതാണ് ഏറ്റവും യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ വലിയ പരിപാടി, ഇവിടെ ക്രിക്കറ്റ് അസോസിയേഷന് അത് വലിയൊരു ഇവിടെ നിലവിൽ മാധ്യമങ്ങളുമായി ഇൻട്രാക്ട് ചെയ്യും, ആശയവിനിമയം നടത്തും എന്ന ഒരു അറിയിപ്പാണ് സംഘാടകരിൽ നിന്ന്. അത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് വേണം എന്ന അറിയിപ്പ് സംഘാടകർക്ക് നൽകിയതാണ്. അങ്ങനെ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഈ സംശയങ്ങൾക്ക് സാധ്യത. എന്തായാലും നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഈ പരിപാടി പൂർത്തിയാക്കുന്നത് വരെ. അതിനുശേഷമാണ് മാധ്യമങ്ങളുമായി ആശയവിനിമയം നടത്തുക. ഏതായാലും കുറേ ചോദ്യങ്ങളുണ്ട്. കാരണം ഈ പവർ ഗ്രൂപ്പ്, 15 അംഗ പവർ ഗ്രൂപ്പ് മലയാള സിനിമയിൽ മാഫിയായി പ്രവർത്തിച്ചു എന്നടക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി സൂചിപ്പിക്കുമ്പോൾ ഈ പുറത്തു വരാത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യത. പിന്നെ സർക്കാരിന് കൈവശമുള്ള മൊഴികൾ, ഈ സിനിമാ മേഖലയിലെ വനിതാ പ്രവർത്തകർ നിരന്തരം അവർ മാനസികമായും ശാരീരികമായും അവർ അനുഭവിച്ച പീഡനങ്ങൾ, വേട്ടയാടലുകൾ, ഇതിലൊക്കെ ഈ മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാനടൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മോഹൻലാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മൗനത്തിലായിരുന്നു. ആ മൗനം ഇന്ന് അവസാനിപ്പിക്കുമോ എന്നതാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ മോഹൻലാലിന് പൂർണ്ണമായും മോഹൻലാൽ മറുപടി പറയേണ്ടി വരിക ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മാത്രമായിരിക്കും. കാരണം വാർത്താക്കുറിപ്പിലൂടെയാണ് AMMA എന്ന താരസംഘടന പിരിച്ചുവിടുന്നു എന്ന അറിയിപ്പ് വരുന്നത്, ഈ പ്രധാന എന്ന അറിയിപ്പ് വരുന്നത്. അതിനപ്പുറം തങ്ങൾ എന്തുകൊണ്ട്, എന്താണ് മോഹൻലാലിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുകയാണ് കേരളം. AMMA എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും താൻ രാജിവെക്കുന്നു എന്ന നിലപാട് മോഹൻലാൽ ആദ്യം അറിയിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരുമിച്ച് രാജി എന്ന എക്സിക്യൂട്ടീവ് തീരുമാനിക്കുന്നു. അങ്ങനെ
ഒരുമിച്ച് രാജിവെച്ച് പുറത്തേക്ക് പോകുമ്പോൾ അതിന്മേലൊരു വാർത്താക്കുറിപ്പിൽ മാത്രം പ്രതികരണം നടത്തിക്കൊണ്ടാണ് നല്ലൊരു കമ്മിറ്റി വരട്ടെ എന്ന രൂപത്തിലുള്ള പ്രതികരണം നടത്തിക്കൊണ്ടാണ് അന്ന് മോഹൻലാൽ രാജിവെച്ചത്. പക്ഷേ പ്രധാനമായും ഉയർന്ന ആരോപണങ്ങളിൽ കൃത്യമായ പ്രതികരണം സംഘടനയുടെ ഭാരവാഹികളിൽ നിന്നുണ്ടായിട്ടില്ല. പ്രതിരോധത്തിലാകുന്നതിന് മുമ്പ് സിദ്ദിഖ് നടത്തിയ വാർത്താ സമ്മേളനം മാത്രമാണ് സംഘടനയിൽ നിന്നുണ്ടായ ആദ്യ പ്രതികരണം. അതിനുശേഷം സിദ്ദിഖ് അടക്കമുള്ളവർക്കെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണം, കേസ്, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലമുണ്ട്. മോഹൻലാൽ എങ്ങനെ പ്രതികരിക്കുന്നു, എന്ത് പ്രതികരിക്കുന്നു, ഇതും ഗൂഢാലോചനയായി കാണുമോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഗൗരവത്തിലെടുത്തുകൊണ്ട് അതിന്മേൽ നടപടി വേണമെന്നുള്ള പ്രതികരണം അദ്ദേഹം നടത്തുമോ? AMMA ശുദ്ധീകരിക്കപ്പെടട്ടെ, അതിൽ പുതിയ ആളുകൾ വരട്ടെ, പുതിയ തീരുമാനങ്ങൾ വരട്ടെ, വനിതകളടക്കം വരട്ടെ എന്ന തീരുമാനത്തിലേക്ക് വരുമോ? നേരത്തെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനങ്ങൾ, അതിൽ മൗനം പാലിച്ചുകൊണ്ട് എന്തോ കുറിച്ചുകൊണ്ടിരുന്ന മോഹൻലാൽ, ഇതൊക്കെ കേരളം കണ്ടതാണ്. ഇന്നിപ്പോൾ പ്രതികരിക്കേണ്ട ഘട്ടം വരുമ്പോൾ മറ്റൊരു പരിപാടിയിലാണെങ്കിലും അതിനുശേഷം പ്രതികരണത്തിലേക്ക് മോഹൻലാൽ നീങ്ങും എന്നുള്ള സൂചനകളാണ് ഇതിനകം ലഭിച്ചിരിക്കുന്നത്.